ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വീട്ടമ്മമാർക്കൊക്കെ ഒത്തിരി യൂസ്ഫുൾ ആവുന്ന ടിപ്സ് ആൻഡ് ട്രിക്സും ആയിട്ടാണ്. നമ്മുടെ ഗ്ലാസിൻ്റെ മുകളിലത്തെ പ്രിൻ്റൊക്കെ നമുക്ക് വീട്ടിലുള്ള ഐറ്റം വെച്ചിട്ട് തന്നെ കളഞ്ഞെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ആ ഒരു ടിപ്പും കൂടി ഇതിലോട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഒട്ടും സമയങ്ങളായിട്ട് നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുന്നായിട്ട് നമ്മുടെ ഫാമിലിയിൽ പുതുതായിട്ട് വന്ന ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് ആദ്യത്തെ ടിപ്പിലോട്ട് പോകാം. അതിനായിട്ട് ഞാനിവിടെ കുറച്ച് നെത്തോലി എടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ നാട്ടിൽ ഇതിന് നെത്തോലി നെത്തൽ എന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ ഈ ഒരു മീനെ ആളിച്ചിരി ചെറിയ ആളാണെങ്കിൽ പോലും ഫ്രൈ ചെയ്താലും കറി വെച്ചാലും മീൻ പീരയൊക്കെ ഉണ്ടാക്കിയാലും അതൊക്കെ നല്ല ടേസ്റ്റുള്ള മീനാണ്. എങ്കിൽ പോലും നമ്മളിൽ പലർക്കും ഈ ഒരു മീനെ ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടി ഇച്ചിരി മടിയാണല്ലേ. മടിയുടെ പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു മീനെ ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടി ഒത്തിരി ടൈം പോകും. ചെറിയൊരു ട്രിക്ക് പ്രയോഗിച്ചാൽ നമുക്ക് എളുപ്പത്തിൽ തന്നെ ഈ ഒരു മീനെ ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അതെങ്ങനെയാന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് വേണ്ടത് ഇതുപോലുള്ള കട്ടിംഗ് ബോർഡാണ് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഞാൻ മീൻ വെട്ടാനായിട്ട് മാത്രമേ യൂസ് ചെയ്യുന്ന കട്ടിംഗ് ബോർഡാണ്. ഇതുപോലെ നിങ്ങൾ ഏതാണോ കട്ടിംഗ് ബോർഡ് യൂസ് ചെയ്യുന്നത് ആ ഒരു കട്ടിംഗ് ബോർഡ് എടുത്തതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നെത്തോലി ഉണ്ടല്ലോ, ആ ഒരു നെത്തോലി ഇതുപോലെ വെച്ചു കൊടുക്കുകയാണ് വേണ്ടത്. ഇതുപോലെ നമ്മൾ വെച്ചു കൊടുക്കുന്ന നെത്തോലിയുടെ തലയുടെ ഭാഗങ്ങളെല്ലാം ഒരേ സൈഡിലും വാലിൻ്റെ ഭാഗം ഒരേ സൈഡിലും വരുന്ന രീതിയിൽ വേണം വെച്ചു കൊടുക്കാനായിട്ട്. ഇങ്ങനെ 10-12 നെത്തോലി നമുക്ക് ഇതുപോലെ നിരത്തി വെച്ചു കൊടുക്കാം. ഇപ്പം ഞാൻ ഇത് നെത്തോലിയൊക്കെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതുപോലുള്ള കത്തിയാണ്. അപ്പോൾ ഞാനിവിടെ കത്രികയൊന്നും യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു കത്തി നമ്മുടെ നെത്തോലി ഉണ്ടല്ലോ, ആ നെത്തോലിയുടെ തലഭാഗത്ത് ഇതുപോലെ വെച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ട് വലിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ അങ്ങനെ വലിക്കുമ്പോൾ അതിൻ്റെ ആ ഒരു വേസ്റ്റ് ഉൾപ്പെടെ നമുക്ക് ക്ലീൻ ചെയ്ത് കിട്ടും. ഇപ്പോൾ കണ്ടില്ലേ, ആ ഒരു വേസ്റ്റ് ഉൾപ്പെടെയാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ആ ഒരു വാലിൻ്റെ ഭാഗം ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഇതുപോലെ കറക്റ്റായിട്ട് പിടിച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. കണ്ടോ, ഇതുപോലെ നമുക്ക് എളുപ്പത്തിൽ തന്നെ നമുക്ക് നെത്തോലി ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ഈ ഒരു രീതിയിൽ കട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു മീൻ കട്ട് ചെയ്യുന്ന ടൈം കൊണ്ട് തന്നെ നമുക്ക് 10-12 മീനൊക്കെ ഒരേ ടൈം കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇനി നെത്തോലിയൊക്കെ കിട്ടുകയാണെങ്കിൽ ധൈര്യമായിട്ട് വാങ്ങിക്കോളൂ. എളുപ്പത്തിൽ ഇതുപോലെ ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ ഒരു ടിപ്പ് ഇതുവരെ ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരു രീതിയിൽ നെത്തോലിയൊക്കെ കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് എത്ര കിലോ മീൻ വേണമെങ്കിലും എളുപ്പത്തിൽ ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം. അതിനായിട്ട് ഞാനിവിടെ ചെറിയൊരു ബോക്സ് ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ഈ ഒരു ബോക്സ് ഗ്ലാസ് ഞാൻ ഡ്രസ്സൊക്കെ വാങ്ങിച്ചപ്പോൾ ആ ഒരു ഷോപ്പിൽ നിന്ന് ഗിഫ്റ്റായിട്ട് കിട്ടിയതാണ് കേട്ടോ. നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ ഇതുപോലുള്ള ഒരു ഗ്ലാസ് എങ്കിലും ഉണ്ടാവുമല്ലേ ഗിഫ്റ്റ് കിട്ടിയതായിട്ട്. അപ്പോൾ ആ ഒരു ഗ്ലാസിൻ്റെ മുകളിലായിട്ട് ഇതുപോലൊരു ഷോപ്പിൻ്റെ പേരൊക്കെ പ്രിൻറ്റ് ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രിന്റ് കാരണം നമുക്ക് ഗസ്റ്റൊക്കെ വന്നിട്ടാകുമ്പോൾ ഈ ഒരു ഗ്ലാസ് യൂസ് ചെയ്യാനായിട്ട് ഇച്ചിരി മടിയാണല്ലേ. അപ്പോൾ ആ ഒരു ഗ്ലാസിൻ്റെ പ്രിന്റ് നമുക്ക് വീട്ടിലുള്ള ഒരു ഐറ്റം വെച്ചിട്ട് തന്നെ എളുപ്പത്തിൽ കളഞ്ഞെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അതെങ്ങനെയാന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് വിനാഗിരിയാണ്. ഈ ഒരു വിനാഗിരി നമുക്കൊരു പ്ലേറ്റിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇപ്പം ഞാനിതാ വിനാഗിരി കുറച്ച് പ്ലേറ്റിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഗിഫ്റ്റ് കിട്ടിയ ഗ്ലാസ് എടുത്തതിന് ശേഷം ആ ഒരു പ്രിന്റ് വരുന്ന ഭാഗം ഉണ്ടല്ലോ, ഈ ഒരു ഭാഗം നമ്മൾ ഒഴിച്ചു കൊടുത്ത വിനാഗിരിയിൽ തട്ടി നിൽക്കുന്ന രീതിയിൽ വേണം വെച്ചു കൊടുക്കാനായിട്ട്. ആ ഒരു ഭാഗം നന്നായിട്ട് വിനാഗിരിയിൽ ടച്ച് ചെയ്ത് നിൽക്കണം കേട്ടോ. ഇപ്പം ഞാനിത് അടുത്ത ഗ്ലാസ്സും അതുപോലെ വെച്ചു കൊടുക്കുകയാണ്. ഇപ്പം ഞാനിത് 2 ഗ്ലാസ്സും അതുപോലെ വെച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു 10 മിനിറ്റ് ഇതുപോലെ വെച്ചു കൊടുക്കണം കേട്ടോ. ഇങ്ങനെ വെച്ചു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഗ്ലാസിൻ്റെ ആ ഒരു പ്രിന്റ് വരുന്ന ഭാഗം നന്നായിട്ട് വിനാഗിരിയിൽ ടച്ച് ചെയ്യുന്ന രീതിയിൽ വേണം വെച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ ഇത് ഞാൻ വെച്ചിട്ട് 10 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്ലാസ് എടുത്ത് നോക്കാം. ഇനി ഈ ഗ്ലാസിൻ്റെ പ്രിന്റ് വരുന്ന ഭാഗം ഞാനൊരു ഡിഷ് വാഷിംഗ് സ്പഞ്ച് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഉരച്ചു കൊടുക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ആ ഒരു പ്രിന്റ് നന്നായിട്ട് ഇളകി പോകുന്നുണ്ട്. ഇതുപോലെ ഒരു പ്രിന്റ് വരുന്ന ഭാഗം നമുക്ക് എളുപ്പത്തിൽ തന്നെ ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. നമ്മുടെ വീട്ടിലുള്ള വിനാഗിരി ഉപയോഗിച്ചിട്ട് നമുക്ക് എളുപ്പത്തിൽ തന്നെ ക്ലീൻ ചെയ്തെടുക്കാം. ഇപ്പോൾ കണ്ടില്ലേ, ആ ഒരു പ്രിന്റ് എല്ലാം തന്നെ മാഞ്ഞു പോയി. അപ്പോൾ ഇതുപോലെ ഗ്ലാസ് മാത്രമല്ല നമ്മുടെ കയ്യിലുള്ള ബൗളിൻ്റെ പ്രിൻ്റൊക്കെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ഇതുപോലെ വിനാഗിരിയിൽ ആ ഒരു പ്രിൻ്റ് വരുന്ന രീതിയിൽ വെച്ചു കൊടുത്താൽ മാത്രം മതി. ഇനി ഈ ഒരു ഗ്ലാസ് ഞാൻ വാഷ് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പം ഞാനിത് ഗ്ലാസ് നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം ആ ഒരു ഗ്ലാസ്സിൽ പ്രിൻ്റ് ഒട്ടും തന്നെ ഇല്ല. അപ്പോൾ ഇതുപോലെ ഗിഫ്റ്റ് കിട്ടിയ ഗ്ലാസും ബൗളും ഒക്കെ പ്രിൻ്റ് കാരണം യൂസ് ചെയ്യാതെ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് പോയി എടുത്തിട്ട് ഇതുപോലെ ചെയ്ത് നോക്കൂ. അപ്പോൾ നമുക്കിനി അടുത്ത ടിപ്പിലോട്ട് പോകാം.
അതിനായിട്ട് ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്ക് പാൻ എടുത്തിട്ടുണ്ട്. നമുക്കറിയാം നോൺ സ്റ്റിക്ക് പാനൊക്കെ കുറച്ചൊന്ന് പഴകിക്കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ അതിലോട്ട് മീനൊക്കെ വറക്കുന്ന ടൈമിൽ മീനൊക്കെ ഒട്ടിപ്പിടിച്ചിട്ട് അതിൽ നിന്ന് ഇളക്കിയെടുക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണല്ലേ. അപ്പോൾ ആ ഒരു ടൈം യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ടിപ്പാണിത്. അതിനായിട്ട് നമുക്ക് വേണ്ടത് വാഴയിലയാണ്. ഇതുപോലുള്ള വാഴയില എടുത്തതിന് ശേഷം പാനിലോട്ട് ഞാൻ വെച്ച് കൊടുക്കുകയാണ്. പാൻ അത്യാവശ്യം തന്നെ ചൂടായിട്ടുണ്ട്. പാൻ അത്യാവശ്യം വലിപ്പമുള്ളത് കൊണ്ട് തന്നെ ഞാനിവിടെ 2 വാഴയില എടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ എടുക്കുന്ന പാന് വലിപ്പം കുറവാണെങ്കിൽ ഒരു വാഴയില തന്നെ മതിയാവും കേട്ടോ. ഇതിപ്പോൾ വാഴയില വെച്ചിട്ടും പാനിൻ്റെ ഭാഗം കാണുന്നത് കൊണ്ടാണ് ഞാൻ രണ്ടാമത് വാഴയില വെച്ച് കൊടുക്കുന്നത്. ഇതുപോലെ അതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കാം. ഇതുപോലെ നോൺ സ്റ്റിക്ക് തവയിൽ തന്നെ ചെയ്യണമെന്നില്ല. നമ്മുടെ ഇരുമ്പ് ചട്ടിയിലോ മൺചട്ടിയിലൊക്കെ നമുക്ക് ഇതുപോലെ ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾ വെച്ച് കൊടുത്ത വാഴയിലയിലെ വെള്ളാക്കി ഒന്ന് ഡ്രൈ ആയി വരുമ്പോൾ നമുക്ക് അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇപ്പം നമ്മുടെ വാഴയിലയിലെ വെള്ളാക്കി നിന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ആ വെളിച്ചെണ്ണ ജസ്റ്റ് ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് വറുക്കാനായിട്ട് മാറ്റി വെച്ചിരിക്കുന്ന മീൻ ഇട്ട് കൊടുക്കാം. ഇപ്പം ഞാൻ ഇതാ മീൻ കഷ്ണങ്ങളൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ വാഴയിലയിൽ വറുത്തെടുക്കുകയാണെങ്കിൽ നമ്മുടെ മീൻ കഷ്ണങ്ങളൊന്നും പാനിലൊന്നും ഒട്ടിപ്പിടിക്കില്ല, പെട്ടെന്ന് ഇളക്കിയെടുക്കാൻ വേണ്ടി പറ്റും. അത് മാത്രമല്ല ഈ ഒരു രീതിയിൽ മീൻ വറുത്ത് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. കൂടാതെ നമ്മുടെ പാനൊക്കെ പഴയതാണെങ്കിൽ നമ്മുടെ മീൻ വറുക്കുന്ന ടൈമിൽ നമ്മൾ ഒത്തിരി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കേണ്ടി വരും അല്ലേ, അതൊന്ന് ഇളകി കിട്ടാനായിട്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ മീൻ വറുക്കുന്ന ടൈമിൽ നമ്മൾ കുറച്ച് മാത്രം എണ്ണ ഒഴിച്ച് കൊടുത്താൽ മതി. ഇനി ഈ ഒരു മീൻ വറുത്തതിൻ്റെ ടേസ്റ്റ് ഒന്നുകൂടി ഒന്ന് കൂട്ടാനായിട്ട് ഞാൻ ഇതിലോട്ട് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ മീനിലോട്ട് മുളകൊക്കെ പരട്ടി വെക്കുന്ന ടൈമിൽ വെളുത്തുള്ളി പേസ്റ്റ് ഇല്ല, അതുണ്ടാക്കാനുള്ള ടൈം ഇല്ലയെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ ചെയ്താൽ മതി. അതിനായിട്ട് ഞാൻ എന്താ വെളുത്തുള്ളി തോലോടുകൂടി എടുത്തതാണ് കേട്ടോ. ഇത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കണം. ഈ ഒരു രീതിയിൽ ചെയ്യുമ്പോൾ നമ്മുടെ വെളുത്തുള്ളിയുടെ തുളിയൊന്നും കളയേണ്ട ആവശ്യമില്ല, അതൊന്ന് ജസ്റ്റ് ഒന്ന് കഴുകിയെടുത്താൽ മാത്രം മതി. ഇപ്പം ഞാനിതാ ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്ത് കൊണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മീൻ കഷ്ണങ്ങളിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതുപോലെ ജസ്റ്റ് ഒന്ന് ആ മീൻ കഷ്ണങ്ങളിലോട്ട് ഇട്ട് കൊടുത്താൽ മാത്രം മതി. ഈ ഒരു രീതിയിൽ മീൻ വറുത്ത് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. ആ ഒരു വാഴയിലയുടെയും വെളുത്തുള്ളിയുടെ ഒക്കെ ഫ്ലേവർ മീൻ കഷ്ണങ്ങളിലോട്ട് വരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കൂ. മാത്രമല്ല ഈ ഒരു രീതിയിൽ മീൻ വറുക്കുന്ന ടൈമിൽ നമ്മൾ കുറച്ച് മാത്രം എണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി ഇത് നമുക്ക് സാധാരണ മീൻ വറുക്കുന്ന പോലെ 2 ഭാഗം മുരിയത്തക്ക രീതിയിൽ വറുത്തെടുക്കാം. അപ്പോൾ ഈ ഒരു ടിപ്പ് ഇതുവരെ ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പഞ്ചസാര ബോട്ടിൽ എടുത്തിട്ടുണ്ട്. നമുക്കറിയാം പഞ്ചസാരയുടെ അടപ്പൊന്ന് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുമ്പോഴേക്കും അതിലോട്ട് ഉറുമ്പിൻ്റെ ഒരു പഴ തന്നെ ഉണ്ടാവും അല്ലേ. അപ്പോൾ ആ ഒരു ഉറുമ്പ് ശല്യം ഇല്ലാണ്ടാക്കാനായിട്ട് ആ പഞ്ചസാരയുടെ ബോട്ടിലോട്ട് 1-2 ഗ്രാമ്പു ഇട്ട് കൊടുത്താൽ മാത്രം മതി. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഉറുമ്പിൻ്റെ ശല്യം ഒട്ടും ഉണ്ടാകത്തില്ല. പഞ്ചസാരയിൽ ഗ്രാമ്പു ഇട്ട് കൊടുക്കുമ്പോൾ 1-2 ഗ്രാമ്പ് മാത്രം ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ ടിപ്സൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അതുപോലെ ഈ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലീസിനും ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം. അപ്പോൾ ഇനിയും ഇതുപോലെ നല്ല നല്ല വീഡിയോസുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ ബൈ.